നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റ അക്ഷരങ്ങളും പഠിച്ച് അതുപോലെ കുറേ ഒറ്റ അക്ഷരങ്ങളുടെ പദങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു വായിപ്പിച്ച് ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ കൂട്ടക്ഷരത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ 28 അക്ഷരവും ദീർഘാക്ഷരമായ അലിഫ് കൊടുത്ത് നീട്ടുമ്പോൾ എങ്ങനെ വായിക്കും, അതിന് എങ്ങനെ മറ്റക്ഷരമായിട്ട് എങ്ങനെ ചേർന്ന് വരും, ജോയിൻ്റായി വരും, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ദീർഘാക്ഷരമായ അലിഫ് കൊടുത്ത് നീട്ടുക. ഇപ്പം കാഫ് തന്നെ 4 രീതിയിലാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ ഈ ഒരു കാഫ് ആദ്യം പഠിച്ച് അത് നമുക്കറിയാം. ഇത് ഒരു കാഫാണ്. ഇങ്ങനെയും ഒരു കാഫുണ്ട്. ഇതൊരു കാഫാണ്. ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ ഒരു കാഫ് മാത്രമാണ്. ഈ ഒരു കാഫുണ്ട്. ഇങ്ങനൊരു രൂപത്തിൽ ഒരു കാഫിനെ എഴുതാറുണ്ട്. അതുകൂടാതെ ദാണ്ട ഇങ്ങനെയും ഒരു കാഫിനെ എഴുതാറുണ്ട്. ഇങ്ങനെയും എഴുതാറുണ്ട്. ഇപ്പം 4 വിധത്തിലാണ് ഇപ്പം ഞാൻ ഈ കാഫിനെ പരിചയപ്പെടുത്തിയേക്കുന്നത്. മനസ്സിലായോ? 4 വിധം, 4 സൈസ് കാഫുണ്ട്. ഇതൊരു കാഫ്, ഇതൊരു കാഫ്, ഇതൊരു കാഫ്, ഇതൊരു കാഫ്. ഇത് സാധാരണ പദത്തിൻ്റെ തുടക്കത്തിൽ ഈ കാഫിനെയും എഴുതും. ഈ കാഫിനെ എഴുതുന്നത് ചില അധ്യാപകർ പോലും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇതാദ്യം എഴുതേണ്ടതാണ്. ആ 28 അക്ഷരത്തിൽ സാധാരണ ഇത് എഴുതി കാണിക്കാറുണ്ട്. ഇത് അറബി പദത്തിൻ്റെ അവസാന അക്ഷരമായി വരുന്ന അക്ഷരത്തിലാണ് ഈ കാഫിനെ എഴുതുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അധ്യാപകർ പോലും തെറ്റിദ്ധരിച്ച് വെച്ചപ്പോണ്ട് ഈ കാഫ് എപ്പോഴാണ് എഴുതേണ്ടതെന്നുള്ളതിൽ അവർക്ക് സംശയമുണ്ട് ചിലർക്ക്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഞാനും അധ്യാപകനായതുകൊണ്ട് പറയാം, അധ്യാപകനായിരുന്നു. ഈ കാഫിനെ എഴുതേണ്ടത് അറബ് പദത്തിൻ്റെ അവസാനം കാഫ് വന്നാൽ ഈ കാഫിനെ എഴുതേണ്ടത്. അതൊരറിവാണ്. അറബ് പദത്തിൻ്റെ ഏത് പദമായിക്കോട്ടെ, പദത്തിൻ്റെ അവസാനം കാഫ് വന്നാൽ ഈ കാഫിനെ എഴുതും. ഈ കാഫിനെയും രണ്ടും പദത്തിൻ്റെ തുടക്കത്തിലൊക്കെ എഴുതാറുണ്ട്. ഇതും തുടക്കത്തിൽ എഴുതും, ഇതും തുടക്കത്തിൽ. അന്നേരം ഇങ്ങനെ 2 കാഫുകളെ കണ്ടാൽ ഇത് കാഫാണെന്ന് മനസ്സിലാക്കണം. ഇതും കാഫാണ്. ഈ കാഫിനെ എപ്പോഴാണ് എഴുതേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറബ് പദത്തിൻ്റെ അവസാനം കാഫ് കയറി വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം കാഫായിരുന്നാൽ, കാഫാണ് നാം എഴുതുന്നതെങ്കിൽ, കാഫാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ കാഫിനെയാണ് എഴുതേണ്ടത്. ഇത് അധ്യാപകരായ ഉസ്താദന്മാർക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ചിലർക്ക്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. കുറേ ആളുകൾക്കൊക്കെ അറിയാൻ വയ്യാത്തവരും ഉണ്ട്. അന്നേരം ഒന്ന് ശ്രദ്ധ, ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുമ്പം അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പം ഇനി ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരും. ആ കാഫ് ഇതാണല്ലോ, ഇത് എപ്പോഴാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ശ്രദ്ധ നമുക്കിവിടെ കിട്ടും. ഈ കാഫ് പദത്തിൻ്റെ അവസാനം കാഫ് വന്നാൽ ഈ കാഫിനെയാണ് എഴുതുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കാഫുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റക്ഷരമായിട്ട് ചേർത്തെഴുതുമ്പോൾ ഈ തൊട്ടു പുറകെ ഉള്ള അക്ഷരമായിട്ട് ചേർത്തെഴുതുമ്പം ഇത് കാഫാണ്. ഇങ്ങനെ കാഫിന് ഇങ്ങനെ ചരിച്ചെഴുതിയിട്ട് ഇങ്ങനെ എഴുതും. അന്നേരം ഇതും കാഫാണ്. ഒന്നുകൂടെ പറയാം. ഈ കാഫിനെ എഴുതുന്നത് ഒരു കാഫിൻ്റെ തൊട്ടു പിറകെ മറ്റക്ഷരങ്ങളൊക്കെ കയറി വരുമ്പോൾ എഴുതാൻ ഉപയോഗിക്കുമ്പം ഈ കാഫിനെയാണ് നമ്മൾ എഴുതുന്നത്. കൂട്ടക്ഷരമായി എഴുതുമ്പോൾ മറ്റക്ഷരങ്ങൾ ഈ കാഫിന് തൊട്ടു പുറകെ വരുമ്പോൾ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എഴുതും.
ഇപ്പം വേണമെങ്കിൽ ലാം എഴുതും, മറ്റുള്ള അക്ഷരങ്ങളൊക്കെ എഴുതാം. ഇങ്ങനെ എഴുതും. ഒന്നുകൂടെ പറയാം, 4 വിധം കാഫാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു കാഫാണ്, ഇതും കാഫാണ്, ഇതും കാഫാണ്, ഇതും കാഫാണ്. 4ഉം കാഫ് തന്നെ. ഇത് രണ്ടും പദത്തിൻ്റെ തുടക്കത്തിൽ എഴുതാറുണ്ട്. ഈ കാഫിനെ എഴുതാറുണ്ട് എപ്പോൾ? അറബ് പദത്തിൻ്റെ അവസാനമായി കാഫ് എന്നുള്ള അക്ഷരം വരുമ്പോൾ ഈ കാഫിനെ എഴുതും. ഈ കാഫ് എന്ന അക്ഷരത്തിന് ശേഷം കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എഴുതും. ഇതും കാഫാണ്. ഇപ്പം 4 വിധം കാഫിനെ ഞാൻ പരിചയപ്പെടുത്തി. അടുത്തത് ഐൻ എന്ന അക്ഷരമാണ്. ഐൻ നമ്മളിങ്ങനെ ആദ്യം ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഒറ്റ അക്ഷരവും, അതായത് 28 അറബി അക്ഷരങ്ങളിൽ ഈ അക്ഷരം നമ്മൾ പഠിച്ച്, പിന്നെ ഞാൻ ഒറ്റ പദങ്ങളിലും ഐനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൂട്ടക്ഷരമായി എഴുതുമ്പം ദാണ്ട് ഇങ്ങനെ ഇതിൻ്റെ വാലങ്ങ് പോവും. ഈ വാല് കട്ട് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നേരെ എഴുതും. അന്നേരം ഇതും ഐനാണ്, ഇതും ഐനാണ്. ഇതും ഐനെന്നുള്ള അക്ഷരമാണ്, ഇതും ഐനെന്നുള്ള അക്ഷരമാണ്. ഇതും ഐനെന്നുള്ള അക്ഷരമാണ്. അതായത് പദത്തിൻ്റെ മധ്യഭാഗത്ത് ഐനെന്നുള്ള അക്ഷരം വരുമ്പോൾ, ഐൻ വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഇപ്പം ഞാൻ 3 ഐനെ സംബന്ധിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തിയേക്കുന്നത്. ഒന്ന്, ഇത് ഒറ്റയക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും. കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ പദം ആദ്യമേ ഐൻ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി എഴുതി ഇതിൻ്റെ വാലങ്ങ് പോവും. വാലിവിടെ വെച്ച് കട്ട് ചെയ്യും. ഉണ്ടോ? ഇത് ഐനാണ്, ഇത് ഐനാണ്. ഇനി എപ്പോൾ കണ്ടാലും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതും ഐനാണ്. ഇതെപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പദത്തിൻ്റെ മധ്യത്തിൽ ഐനെന്നുള്ള അക്ഷരം വന്നാൽ ഇങ്ങനെ എഴുതും. ഇത് ഐനാണ്. ഇതും ഐനാണ്. പദത്തിൻ്റെ അവസാനം, പദത്തിൻ്റെ ലാസ്റ്റ് അക്ഷരം ഐനാണെങ്കിൽ ഇങ്ങനെ എഴുതും. അപ്പം 4 വിധം ഐനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി. ഇത് ഐനാണ്, ഇത് ഐനാണ്, ഇത് ഐനാണ്, ഇതും ഐനാണ്. ഇത് കാഫാണ്, ഇത് കാഫാണ്, ഇതും കാഫാണ്, ഇതും കാഫാണ്. 4 സൈസ് കാഫ്, 4 സൈസ് ഐൻ. ഇനി ദീർഘാക്ഷരമായ അലിഫിനെ എല്ലാ അക്ഷരങ്ങൾക്കും നീട്ടാൻ ഉപയോഗിച്ച് വായിക്കുകയാണ് നമ്മൾ. ഇത് ബ, ബ അധികം അലിഫ് സമം ബാ. അന്നേരം ഈ ബാ എന്ന് എഴുതും. ഇത് ബാ എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് ബാന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. കണ്ടോ? ബാ എഴുതിയിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് ഈ അലിഫിനെ ചേർത്ത് എഴുതാറുണ്ട്. ഇത് ബ അധികം അലിഫ് സമം ബാ. ബ ബാ, ബ ബാ, ബ ബാ. കണ്ടോ? കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പം ഈ അലിഫ് ഇതിനോട് ചേർന്ന് വരും. അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അലിഫ് ഈ ബാപ്പിനോട് ചേർന്ന് വരുന്ന ഒരു രീതിയായി കാണിക്കുന്നത്. ബ ബാ. ത, ത അധികം അലിഫ് സമം താ. ത അധികം അലിഫ് സമം താ. അന്നേരം ത താ, ത താ, ത താ. ബ ബാ, ബ ബാ, ബ ബാ, ത താ. അടുത്തത് മുകളിൽ 3 പുള്ളി മുകളിലുള്ള അക്ഷരം. വായിക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയുന്ന സ.
ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇത് സ എന്നാ വായിക്കാം. അകാര ചിഹ്നം കൊടുത്തപ്പോൾ സ എന്ന് വായിച്ചു. സ അധികം അലിഫ് സമം സാ. സ സ അധികം അലിഫ് സമം സാ. സ സാ. വായിക്കോട്ടെ, കാറ്റ് വരണം. സ സാ. 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 അടുത്തത് ജ. ജ അധികം അലിഫ് സമം ജാ. ജ അധികം അലിഫ് സമം ജാ. ജ അധികം അലിഫ് സമം ജാ. ജ ജാ. ജ ജാ. ജ ജാ. ജ ജാ. അടുത്തത് ഹ. ഹ. തൊണ്ടയ്ക്കൂടെ കാറ്റ്. ഹ. ഹ അധികം അലിഫ് സമം ഹ. 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 അടുത്തത് ഹ. ഹ അധികം അലിഫ് സമം ഹ. ഹ അധികം അലിഫ് സമം ഹ. ഹ അധികം അലിഫ് സമം ഹ. നാം ഈ അക്ഷരങ്ങളിലെല്ലാം അലിഫിനെ ചേർത്തെഴുതുമ്പം ദീർഘമായിട്ട് നീട്ടി വായിക്കുന്നുണ്ട്. അതാണ് ഈ പരിചയപ്പെടുത്തുന്നത്. ഹ ഹ. ജ ജ. ഹ ഹ. ഹ ഹ. ജ ജ. ഹ ഹ. ഹ ഹ. അടുത്തത് ദ. ദ അധികം അലിഫ് സമം ദാ. ദ അധികം അലിഫ് സമം ദാ. ദ അധികം അലിഫ് സമം ദാ. ദ ദാ. ദ ദാ. ദ ദാ. ദ ദാ. അടുത്തത് ര. ര. പുള്ളിയുണ്ട്, പുള്ളിയുണ്ട്. ര അധികം അലിഫ് സമം റാ. ര. ര അധികം അലിഫ് സമം റാ. 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 ര. റാ. ര. റാ. ര. റാ. ര. റാ. അടുത്തത് റ അധികം അലിഫ് സമം റോ. റോ. ഇച്ചിരി കനപ്പിച്ച് പറയണം. ഫുൾ വോളിയം. റോ. റോ അധികം അലിഫ് സമം റോ. 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 അടുത്തത് സൈ. സൈ. സ അധികം അലിഫ് സമം സ. സ അധികം അലിഫ് സമം സ. 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 അടുത്തത് സ. സ. സ അധികം അലിഫ് സമം സ. ആണോ? ഇവിടെ അലിഫ് ചേർത്ത് എഴുതേണ്ടതായിരുന്നു. ഞാൻ അങ്ങോട്ട് നീട്ടി എഴുതുന്നേ ഉള്ളൂ. ഇവിടെയും ഈ അലിഫ് ഇതിൻ്റെ അകത്ത് ചേർന്ന് വരേണ്ടതാണ്. ഞാൻ ചേർത്ത് എഴുതിയില്ല, ചേർന്ന് വരും. സ. സ. അടുത്തത് ഷ അധികം അലിഫ് സമം ഷ. 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 അടുത്തത് സ്വ. സ്വ ഫുൾ വോളിയം. സ്വാദ്. സ്വ.
സ്വ അധികം അലിഫ് സമം സ്വാ. സ്വ അധികം അലിഫ് സമം സ്വാ. സ്വ സ്വാ. സ്വ സ്വാ. സ്വ സ്വാ. സ്വ സ്വാ. സ്വ സ്വാ. അടുത്തത് ല. ല. ല അധികം അലിഫ് സമം ലാ. 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 അടുത്തത് ത്വ അധികം അലിഫ് സമം ത്വാ. ത്വാ. ഫുൾ വോളിയം, ഫുൾ ശബ്ദം. ത്വാ. ത്വ. ത്വാ. ത്വ. ത്വാ. ത്വ. ത്വാ. ത്വ. ത്വാ. ത്വ. ത്വാ. ത്വ. ത്വാ. അടുത്തത് ല അധികം അലിഫ് സമം ലാ. ല അധികം അലിഫ് സമം ലാ. ല. ലാ. ല. ലാ. ല. ലാ. ല. ലാ. ല. ലാ. അടുത്തത് അ അധികം അലിഫ് സമം ആ. അ അധികം അലിഫ് സമം ആ. അ അധികം അലിഫ് സമം ആ. അ. ആ. അ. ആ. അ. ആ. അ. ആ. അടുത്തത് ആ അധികം അലിഫ് സമം ആ. ആ അധികം അലിഫ് സമം ആ. ആ അധികം അലിഫ് സമം ആ. 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 തൊണ്ടയുടെ ഈ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരമാണ്. അടുത്തത് ഫ അധികം അലിഫ് സമം ഫ. ഫ അധികം അലിഫ് സമം ഫ. കണ്ട ഫ. 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 ഫ അധികം അലിഫ് സമം ഫ. ഫ. കണ്ട ഫ. 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 അടുത്തത് ക്വ അധികം അലിഫ് സമം ക്വാ. 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 കണ്ട ഇത് പറയേണ്ടത് ക്വാ. ക്വാ അധികം അലിഫ് സമം ക്വാ. 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 അടുത്തത് ക അധികം അലിഫ് സമം കാ. ഞാൻ ആദ്യമേ ഒരു കാഫിനെ പരിചയപ്പെടുത്തിയായിരുന്നു. കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ഈ അക്ഷരത്തിനെ ഉപയോഗിക്കുമെന്ന്. താണ്ട ഈ അക്ഷരം ഇവിടെ അലിഫിനെ കൊടുത്ത് നീട്ടുമ്പം അലിഫും ലാമും ഒക്കെ ചേർന്ന് വരുമ്പം ഇത് കൂട്ടക്ഷരത്തിന് ഉപയോഗിക്കുന്ന കാഫാണ്. കാഫ് 4 വിധമുണ്ട്. ഇത് പദത്തിൻ്റെ തുടക്കത്തിൽ ഇതും 2 സൈസ് ഉപയോഗിക്കും. ഇത് പദത്തിൻ്റെ അവസാനം വരുന്ന കാഫാണ്. ഇത് കൂട്ടക്ഷരമായിട്ട് ഉപയോഗിക്കാൻ കൂട്ടക്ഷരത്തിൽ ഉപയോഗിക്കുന്ന കാഫാണിത്. ഉണ്ടോ? ഇതും കൂട്ടക്ഷരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കും, ഇതും ഉപയോഗിക്കും. ഇത് രണ്ടും കൂട്ടക്ഷരത്തിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം കൂട്ടക്ഷരത്തിൽ വരുന്ന ഇത് മാത്രം പദത്തിൻ്റെ അവസാനം വരുമ്പോൾ ഇതും കൂട്ടക്ഷരത്തിൽ ഉപയോഗിക്കും, ഇതും കൂട്ടക്ഷരത്തിൽ ഉപയോഗിക്കും, ഇതും കൂട്ടക്ഷരം. ഇപ്പം ഇങ്ങനെ ഇതും കാഫാണ്, ഇങ്ങനെ ചരിച്ചെഴുതുന്നത്. ഇപ്പം നമ്മൾ ആ കാഫിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക അധികം ക സമം കാ. കണ്ടോ? ക ക ക ക ക
ക കാ ക കാ ക കാ. ല ലാമ് ല അധികം അലിഫ് സമം ലാ. ഇത് ലാമ. അങ്ങനത്തെ ലാമ എഴുതാറുണ്ട്. അത് ഞാൻ പിന്നെ നിങ്ങൾ പരിശീലിപ്പിക്കും, പ്രത്യേകം എഴുതി പരിശീലിപ്പിക്കും. ഇത് ലാന്ന് വായിക്കണം. ലാം അലിഫ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതിനെ ലാം അലിഫ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലാമും അലിഫും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഈ അക്ഷരത്തിന് ലാം അലിഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാതെ എഴുതും. ലാമിൻ്റെ ഇടയ്ക്കൂടെ പത്തകം കൊടുത്തിട്ട് ഇങ്ങനെ അകത്തൂടെ വലിയ അലിഫിനെയും കൊടുക്കും. ഇങ്ങനെ എഴുതും. രണ്ട് രീതിയിലും എഴുതാറുണ്ട്. നീട്ടാൻ അലിഫിനെ, ഈ അലിഫിനെ ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് കയറ്റി എഴുതും പത്തകം കൊടുത്ത്. അങ്ങനെയും നീട്ടി എഴുതും, ഇങ്ങനെയും നീട്ടി എഴുതും. ഞാനത് വിവിധ ഘട്ടങ്ങൾ പിന്നീട് പരിചയപ്പെടുത്തും. ല ലാ ല ലാ ല ലാ ല ലാ ല ലാ. മ അധികം അലിഫ് സമം മാ. മ അധികം അലിഫ് സമം മാ. കണ്ടോ, കൂട്ടക്ഷരമായിട്ട് അലിഫ് കയറി വരുമ്പോൾ അലിഫിനെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. മ അധികം അലിഫ് സമം മാ. മ മാ മ മാ മ മാ മ മാ മ മാ. അടുത്തത് നൂന് ന അധികം അലിഫ് സമം നാ. ന നാ. കണ്ടോ, നാന്ന് നീട്ടാൻ ഉപയോഗിക്കുമ്പം അലിഫ് ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ന നാ ന നാ. മ മാ മ മാ ന നാ ന നാ മ മാ ന നാ. അടുത്തത് വ അധികം അലിഫ് സമം വാ. വ അധികം അലിഫ് സമം വാ. വ അധികം അലിഫ് സമം വാ. വ വാ വ വാ വ വാ വ വാ വ വാ. ആവർത്തിച്ച് വായിച്ച് ശീലിക്കണം. അടുത്തത് ഹോ അധികം അലിഫ് സമം ഹോ. ഹ അധികം അലിഫ് സമം ഹോ. ഹ അധികം അലിഫ് സമം ഹ. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. അതുകൊണ്ട് അലിഫിനെ ചേർത്ത് എഴുതുന്ന രീതിയായി നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അടുത്ത ലാസ്റ്റ് അക്ഷരമായ യ അധികം അലിഫ് സമം യാ. ഉണ്ടോ, യാ എന്നെഴുതുന്നുണ്ടോ? ഇങ്ങനെയുള്ള ആ താറാവിൻ്റെ കൂട്ട് എഴുതുന്ന ആ രൂപമൊക്കെ അങ്ങ് പോയി. ഇങ്ങനെ ചുമ്മാ ഒരു ബാ പോലെ എഴുതിയിട്ട് ഒരു അലിഫ് കൂടെ കൊടുത്താൽ യാന്ന് നീട്ടി വായിക്കും. ആ നേരത്തെ ഉള്ള ആ രീതികളൊക്കെ അങ്ങോട്ട് മാറി. ഇതുപോലെ അങ്ങ് എഴുതിയിട്ട് അലിഫിനെ എഴുതത്തില്ല. ഈ ബാ പോലെ എഴുതി താഴെ രണ്ട് പുള്ളി കൊടുത്ത് ഇങ്ങനെ അലിഫ് കൊടുത്ത് നീട്ടി എഴുതിയാൽ അതിനെ യാന്ന് വായിക്കും. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ ഘട്ടത്തിലൊന്ന് മനസ്സിലാക്കുക, പിന്നെല്ലാം നമുക്ക് എളുപ്പമാണ്. അന്നേരം യ യാ 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 യ യാ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടി. ഇപ്പം കാഫ് 4 സൈസുണ്ട്, 4 വിധം. ഇത് കാഫ്, ഇത് കാഫ്, ഇത് കാഫ്, ഇത് കാഫ്. കാഫ് 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 കാഫ്. ഈ 2 കാഫ് പദത്തിൻ്റെ തുടക്കത്തിൽ എഴുതാൻ ഉപയോഗിക്കുന്ന കാഫുകളാണ്. ഈ 2 കാഫുകളും പദത്തിൻ്റെ തുടക്കത്തിൽ എഴുതാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് പദത്തിൻ്റെ അവസാനം എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരം. അവസാനം വരുന്ന കാഫ് വരുമ്പോൾ ഈ അക്ഷരമാണ് എഴുതേണ്ടത്, ഈ കാഫിനെയാണ് എഴുതേണ്ടത്. ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇതും എഴുതും. ഇത് 3ഉം കൂട്ടക്ഷരത്തിൽ എഴുതും. തുടക്കത്തിൽ വരുമ്പോൾ വേറെ അക്ഷരമായിട്ട് ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഇതും കാഫ്, ഇതും കാഫ്, ഇതും കാഫ്, ഇതും കാഫ്. 4 സൈസ് കാഫാണ്. ഒന്നുകൂടെ പറയാം, കാഫാണ്. ഇതെല്ലാം കൂട്ടക്ഷരത്തിൽ തുടക്കത്തിൽ, പദത്തിൻ്റെ തുടക്കത്തിൽ ഇതിനെയൊക്കെ എഴുതും, ഇതിനെ എഴുതും. ഇതിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതും. മറ്റക്ഷരം കയറി വരുമ്പോൾ ഇതും കാഫാണ്, ഇത് കാഫാണ്, ഇത് കാഫാണ്. ഈ കാഫിനെ എഴുതുന്നത്, ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് ഉസ്താദന്മാർക്ക് പോലും പരിചയപ്പെടുത്തുവാണ്. ഈ കാഫിനെ എഴുതേണ്ടത് പദത്തിൻ്റെ അവസാനം കാഫ് വന്നാൽ ഈ കാഫിനെ എഴുതേണ്ടത്.
അതൊരു പ്രത്യേക അറിവാണ്. കാരണം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ തെറ്റിച്ച് ഇതും എഴുതാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യമാണെന്ന് ചിലർക്ക് ചില പുതിയ ഒരു അറിവായി കിട്ടുന്നത്. ഇത് പദത്തിൻ്റെ അവസാനം എഴുതുന്ന കാഫ. ഇത് ഐനാണ്, 4 സൈസ്. ഇത് ഐന് ഉണ്ടോ? ഐൻ അങ്ങോട്ട് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടക്ഷരമായിട്ട് തുടക്കത്തിൽ ഇങ്ങനെ എഴുതും, പദത്തിൻ്റെ മധ്യത്തിൽ ഐൻ വന്നാൽ ഇങ്ങനെ എഴുതും, പദത്തിൻ്റെ അവസാനം ഐൻ വന്നാൽ ഇങ്ങനെ എഴുതും. ഒന്നുകൂടെ ബ ബാ ബ ബാ ബ ബാ ബ ബാ ബ ബാ ത ത ത ത ത ത സ സ സ സ സ സ ജ ജ ജ ജ ജ ജ ഹ ഹ ഹ ഹ ഹ ഹ ഖ ഖ ഖ ഖ ഖ ഖ ദ ദ ദ ദ ദ ദ ല ല ല ല ല ല റ റ റ റ റ റ സ 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 ഉണ്ട്. ഇത് രണ്ടും ഒരുപോലത്തെ അക്ഷരമായതുകൊണ്ട് ഈ അലിഫിനെ ഞാൻ ഇതിനോട് ചേർത്ത് എഴുതാഞ്ഞത്. അതൊരു തെറ്റായിട്ട് കാണണ്ട. തൊട്ട് പുറകെ വരുന്ന സീനും ഒരേ അക്ഷരമായതുകൊണ്ട് ഇങ്ങനെ എഴുതും. ഷീൻ്റെയും അവസാനം അലിഫ് വന്നാൽ ഇങ്ങനെ എഴുതും. ഞാനിവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തും. ഇവിടെ എഴുതിയില്ലാത്ത എന്താണെന്ന് ചോദിക്കണ്ട. സ സ ഉണ്ട്, ഇങ്ങനെ എഴുതണം. ഷ ഷ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ പ്രത്യേകം എഴുതത്തില്ല, ഞാൻ അവിടെ എഴുതുന്നേ ഉള്ളൂ. ഇവിടെ രണ്ടും ഒരേ അക്ഷരമായത് ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുക. ഷ ഷ സ സ ഷ ഷ. അടുത്തത് സ്വ 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 ല ല ല ല ല ല ത്വ 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 ല ല ല ല ല ല അ അ അ അ അ അ ഫ ഫ ഫ ഫ ഫ ഫ ക്വ 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 ക ക ക ക ക ക ല ല ല ല ല ല മ മ മ മ മ മ ന ന ന ന ന ന ന ന വ വ വ വ വ വ ഹ ഹ ഹ ഹ ഹ ഹ യ യ യ യ യ യ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒന്ന് വായിച്ചു തരാം. ഒരു പ്രാവശ്യം കൂടെ വായിക്കത്തുള്ളൂ. ഇത് 4 സൈസും കാഫാണ്. ഇത് കാഫ്, ഇത് കാഫ്, ഇത് കാഫ്, ഇത് കാഫ്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ബ ബ ത ത സ സ ജ ജ ഹ ഹ ഖ ഖ ദ ദ ല ല റ റ സ സ സ സ ശ ശ. സ്വ സ്വ ല ല ത്വ ത്വ ല ല അ അ ല ല ഫ ഫ ക്വ ക്വ ക ക ല ല മ മ ന ന വ വ ഹ ഹ